നമുക്ക് അത്യന്തം ഉത്കണ്ഠയുണ്ടാക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. വയനാട് പടമലയിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ വിവരശേഖരണം നടത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഇവിടെ നിന്നും ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, എപ്പോഴാണ് ഈ ഒരു സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചത്? അവർ ശരിക്കും കടുവയെ നേരിട്ട് കണ്ടതാണോ അവകാശപ്പെടുന്നത്? തീർച്ചയായും SKN, ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി ഷാരോൺ എന്നു പേരുള്ള ഒരു യുവാവാണ് കടുവയെ കണ്ടത് എന്നാണ് പറയുന്നത്. മോടോമറ്റത്തിൽ തങ്കച്ചന്റെ തോട്ടം ഭാഗത്തേക്ക്, അതായത് റബ്ബർ തോട്ടമാണ്, ആ റബ്ബർ തോട്ടം ഭാഗത്തേക്ക് കയറി പോകുന്നത് കണ്ടു എന്നുള്ളതാണ് ഈ യുവാവ് പങ്കുവെക്കുന്ന വിവരം. ഇതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. നേരത്തെ ബേലൂർ മക്കന കൊലപ്പെടുത്തിയ അജീഷിന്റെ വീടിന്റെ സമീപത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയൊക്കെ അടുത്തുള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ കടുവാ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അജീഷ് കൊല്ലപ്പെട്ട് ബേലൂർ മക്കനയ്ക്കായി തെരച്ചിൽ നടന്ന ഘട്ടത്തിൽ, അതിനെ മയക്കുവെടി വെക്കാനുള്ള നീക്കം നടക്കുന്ന ഘട്ടത്തിൽ ആ സമയത്തും ആ മേഖലയിൽ കടുവ ഇറങ്ങിയിട്ടുണ്ട്. കടുവ നിരന്തരം ആ മേഖലയിലൂടെ പോകുന്ന അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളും ആ സമയത്ത് പുറത്തു വന്നു. 1 വർഷം മുമ്പാണ് ആ സംഭവം ഉണ്ടായത്. ആ കടുവ സാന്നിധ്യം മേഖലയിൽ അപ്പോൾ സ്ഥിരമായി ഉണ്ടെന്ന് അനുമാനിക്കേണ്ടി വരും. എന്തായാലും ഇന്ന് ഈ യുവാവ് ഫോൺ നോക്കി വരുന്ന വഴിക്കാണ് പൊടുന്നനെ അത് ചാടി പോകുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ അതിന് നീളമേറിയ അതിന്റെ വാൽ ഉൾപ്പെടെ കണ്ടു. അത് കടുവ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ തിരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ ഒരു അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഒരു വാർഡ് മെമ്പർ അടക്കം ആ പ്രദേശത്തുണ്ട്. അവരെല്ലാം തന്നെ ഈ ആശങ്ക എല്ലാം തന്നെ പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ രാധയുടെ അനുഭവം, ഈ മാനന്തവാടിയിലെ രാധയുടെ അനുഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ആളുകൾക്ക് ആശങ്കയേറുന്നത്. ഇന്നലെ ഇതേ സമയത്ത് യഥാർത്ഥത്തിൽ ഒരു കടുവയെ കൂടി കണ്ടു എന്ന രീതിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.